2 ക്ലാസ്സിലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിമാരെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാനിങ് പ്രഭുവിനെ പറ്റിയും എൽജിൻ പ്രഭു ഒന്നാമനെ കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ 3ാമത്തെ വൈസ്രോയി ആയിട്ടുള്ള സർ ജോൺ ലോറൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സർ ജോൺ ലോറൻസിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1864 മുതൽ 1869 വരെയാണ്. അപ്പോൾ സർ ജോൺ ലോറൻസിന്റെ ഭരണ കാലഘട്ടം 1864 മുതൽ 1869 വരെയാണ്. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിന്റെ സംഘടിതനും എന്ന് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് സർ ജോൺ ലോറൻസ്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിന്റെ സംഘടിതനും എന്ന് അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? സർ ജോൺ ലോറൻസ്. ദ സേവിയർ ഓഫ് ഇന്ത്യ ആൻഡ് ഓർഗനൈസർ ഓഫ് വിക്ടറി. ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിന്റെ സംഘടിതനും എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് ആര്? സർ ജോൺ ലോറൻസ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവന്ന വൈസ്രോയി ആണ് സർ ജോൺ ലോറൻസ്. അപ്പൊ സ്കോളർഷിപ്പ് പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? സർ ജോൺ ലോറൻസ് ആണ് കൊണ്ടുവന്നത്. അപ്പൊ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? സർ ജോൺ ലോറൻസ്. മറന്നു പോകരുത്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ കനാലുകളും റെയിൽവേ പാതകളും പൊതുജനത്തിന് ഉപകാരപ്രദമായ കെട്ടിടങ്ങളും നിർമ്മിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ടെലിഗ്രാഫ് ബന്ധം സ്ഥാപിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ടെലിഗ്രാഫ് ബന്ധം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിലാണ്. 1864 ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? സർ ജോൺ ലോറൻസ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ, അതായത് 1868 പാസാക്കിയ കുടിയായ്മ നിയമപ്രകാരം മുമ്പ് ബംഗാളിലെ കുടിയാന്മാർക്ക് നൽകിയിരുന്ന സംരക്ഷണം പഞ്ചാബിലെയും അയോധ്യയിലെയും കുടിയാന്മാർക്ക് ലഭിക്കുകയുണ്ടായി. അതായത് നമുക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിലെ കുടിയാന്മാർ അല്ലെങ്കിൽ അവർണ സമുദായത്തിൽപ്പെട്ടവര് വളരെയധികം ദുരിതം അനുഭവിച്ചിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ ബംഗാളിലെ കുടിയാന്മാർക്ക് കുറച്ചധികം സംരക്ഷണം ലഭിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സംരക്ഷണം 1868 പാസാക്കിയ കുടിയായ്മ നിയമപ്രകാരം പഞ്ചാബിലെയും അയോധ്യയിലെയും കുടിയാന്മാർക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇത് ഏത് കാലഘട്ടത്തിലാണ്? സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിലാണ്, 1868. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, 1865-66 കാലഘട്ടത്തിൽ 1865-1866 കാലഘട്ടത്തിൽ ഒറീസയിൽ അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമമുണ്ടായി. ഇത് നിയന്ത്രിക്കാനായി സർ ജോൺ ലോറൻസിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ഫാമിൻ കമ്മീഷൻ നിലവിൽ വന്നു. സർ ജോൺ ലോറൻസ് ഇത് പഠിക്കാനായിട്ട് ജോർജ് ക്യാമ്പലിനെ നിയമിച്ചു. അതായത് ഈ ഒരു ക്ഷാമത്തിന്റെ കാരണം, എന്തുകൊണ്ടാണ് ഈ ക്ഷാമം ഉണ്ടായത്, അതിന്റെ കാരണങ്ങൾ, ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും, ഭാവിയിൽ ഈ ക്ഷാമം വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സർ ജോൺ ലോറൻസ് ആരെ നിയമിച്ചു? ഈ ഒരു കമ്മീഷനിൽ ജോർജ് ക്യാമ്പലിനെ നിയമിച്ചു. അപ്പോൾ ഈ ഒരു ക്ഷാമ കമ്മീഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോർജ് ക്യാമ്പൽ കമ്മീഷൻ, അല്ലെങ്കിൽ ക്യാമ്പൽ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 1866 ഒറീസയിൽ ക്ഷാമമുണ്ടായ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? സർ ജോൺ ലോറൻസ് ആയിരുന്നു. ഈ ക്ഷാമം നിയന്ത്രിക്കാനായി സർ ജോൺ ലോറൻസിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നു. ജോർജ് ക്യാമ്പലിനെയാണ് ഇത് പഠിക്കാനായിട്ട് ഈ ഒരു കമ്മീഷനിൽ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷാമ കമ്മീഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാമ്പൽ കമ്മീഷൻ.
അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സർ ജോൺ ലോറൻസിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 3ാമത്തെ വൈസ്രോയിയാണ് സർ ജോൺ ലോറൻസ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1864 മുതൽ 1869 വരെയാണ്. ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിന്റെ സംഘടിതനും എന്നറിയപ്പെട്ട വൈസ്രോയിയാണ് സർ ജോൺ ലോറൻസ്. ഇന്ത്യയിൽ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹമാണത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ടെലിഗ്രാഫ് ബന്ധം സ്ഥാപിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ നമ്മൾ പറഞ്ഞെന്താണ്, 1868 പാസാക്കിയ കുടിയായ്മ നിയമപ്രകാരം പഞ്ചാബിലെയും അയോധ്യയിലെയും കുടിയാന്മാർക്ക് സംരക്ഷണം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒറീസയിലെ ക്ഷാമം 1866 ഒറീസയിലെ ക്ഷാമ സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? സർ ജോൺ ലോറൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷാമത്തെ പറ്റി പഠിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന കമ്മീഷനാണ് ക്ഷാമ കമ്മീഷൻ അല്ലെങ്കിൽ ക്യാമ്പൽ കമ്മീഷൻ.